ഹോട്ടൽ സാമ്പാറും ഇഡ്ലി വട ചട്നിയും. തെക്കൻ കേരളത്തിൻ്റെ സാമ്പാറും ഇത് തന്നെയാണ്. വടക്കൻ കേരളത്തിൻ്റെ സാമ്പാർ രുചിക്കൂട്ടി ഇതല്ല കേട്ടോ, അത് വേറെ പ്രത്യേക തരത്തിലാണ്. ഇഡ്ലിക്കും ദോശയ്ക്കും ബെസ്റ്റ് ഓപ്ഷൻ ഹോട്ടൽ സാമ്പാർ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. കൂടെ പഞ്ഞു പോലുള്ള ഇഡ്ലിയും നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയും ചട്നിയും ഉണ്ട്. വേണ്ടത്ര ഉഴുന്നുവടയും ഇഡ്ലിയും ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹോട്ടൽ സാമ്പാറിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും കാണുക. 1/2 കപ്പ് തുവരപ്പരിപ്പും 1 ടീസ്പൂൺ ഉലുവയും ഓവർനൈറ്റിന് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുതിർത്ത് വെച്ച പരിപ്പ് ഞാൻ കുക്കറിലോട്ട് മാറ്റി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പരിപ്പ് വേവേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചുകൊണ്ടാവാം പെട്ടെന്ന് 2 വിസിൽ കൊണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സാമ്പാറിന് വേണ്ടുന്നത്ര കഷ്ണങ്ങളൊക്കെ വെച്ചാൽ വെജിറ്റബിൾസൊക്കെ ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളതിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കുറച്ചധികം വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ കുട്ടികൾ എല്ലാവരും കഴിക്കുമല്ലോ. കുറച്ച് വെജിറ്റബിൾസ് കൂടുതൽ നമുക്കുള്ളിൽ ചെല്ലുമല്ലോ, അതുകൊണ്ട് കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഇത് ഹോട്ടൽ സാമ്പാറാണ്, അതുകൊണ്ട് എല്ലാം കഷ്ണങ്ങളേ ഉള്ളൂ. തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഇത് ചെയ്യുന്നത് കാണുക. ഞാനിപ്പം കുഞ്ഞുള്ളിയും സവാളയും കൂടിയിട്ട് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി ഒരു 1/2 കപ്പ് കുഞ്ഞുള്ളിയും ബാക്കി ഒരു സവാളയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ്, പിന്നെ 3-4 ചെറിയ വഴുതന, പിന്നെ ഒരു വലിയ പൊട്ടറ്റോ, ഒരു പീസ് ചേന, 5 പച്ചമുളക്, ഒരു വലിയ മുരിങ്ങാക്കായ, പിന്നെ മത്തൻ്റെ ഒരു ചെറിയ പീസ് മത്തൻ, 2 ടൊമാറ്റോ. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസാണ് കൂടുതലുള്ളത്. ഇത് നല്ല ടേസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ഈ വേവിച്ച പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ കഷ്ണങ്ങളൊക്കെ ചേർത്ത ശേഷം ഒരൊറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും പാകത്തിന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടു. ചേന, മത്തൻ, പച്ചമുളക്, വെളുത്തുള്ളി, മുരിങ്ങക്കായ, തക്കാളി, പൊട്ടറ്റോ, കുഞ്ഞുള്ളിയും സവാളയും, വഴുതന, ക്യാരറ്റ് എല്ലാം കൂടി വെജിറ്റബിൾസ് കുറേ കൂടുതലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ഇടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഉള്ളത് ഇട്ടിട്ട് കറി ഉണ്ടാക്കാം. ഈ വെജിറ്റബിൾസിനോടൊപ്പം ചേർക്കാനായിക്കൊണ്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 പീസ് കായത്തിൻ്റെ കഷ്ണം എല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് വേണ്ടത്ര പുളി പിഴിഞ്ഞ് ഇതിലൊഴിച്ച് കൊടുക്കുക. 1 കപ്പ് വെള്ളം എക്സ്ട്രാ കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരൊറ്റ വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യുക. വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 വലിയ സ്പൂണ് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക. അതിന് ഉപ്പും പുളിയൊക്കെ പാകത്തിലുണ്ടോ എന്ന് നോക്കുക. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ പിഴിഞ്ഞൊഴിക്കാം. ഉപ്പും അതുപോലെ തന്നെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം. 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് ഞെരടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ഹോട്ടൽ സാമ്പാറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇതിന് വേണ്ടുന്ന കായവും എല്ലാം ചേർത്തിട്ടുണ്ട്. കായം നിങ്ങൾക്ക് പൗഡർ വേണമെങ്കിൽ കായ പൗഡർ ചേർക്കാം. കായത്തിൻ്റെ പൗഡർ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി വടയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയ. കൂടെ വെള്ള ചട്നിയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തളിച്ചൊഴിക്കുക. കടുക്, കറിവേപ്പില, ഉണക്കമുളക്, ഇത്രയും സാധനം കൊണ്ടൊന്ന് വറവിട്ടെടുക്കണം. വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത്. കടുക്, ഉണക്കമുളക്, നല്ല ടേസ്റ്റി ഹോട്ടൽ സാമ്പാർ റെഡി. ഇത് ഏതാണ്ട് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള സാമ്പാർ ഇങ്ങനെ തന്നെയാണ്. അവർ തേങ്ങ അങ്ങനെ ചേർക്കാറില്ലെന്നാണ് എൻ്റെ അറിവ്.
വടക്കൻ കേരളത്തിന് നിർബന്ധമായിട്ടും തേങ്ങ വറുത്തരക്കും. ഇതിന് രണ്ടിനും പെടാതെ ഹോട്ടൽ സാമ്പാറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നല്ലതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.